നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾ വഴക്കിടുന്ന കാണുമ്പം നമ്മൾ ചോദിക്കത്തില്ലേ, എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നത്? അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാൻ നോക്കാം. നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതിന് തും ദോനോ ക്യോം ജഗഡ് രഹേ ഹോ, എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? ജഗഡ്ന എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക. ക്യോം ജഗഡ് രഹേ ഹോ എന്ന് പറഞ്ഞാൽ എന്തിനാണ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? തും ദോനോ ക്യോം ജഗഡ് രഹേ ഹോ, നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? കാര്യം എന്താണ്? ബാത്ത് ക്യാ ഹേ. ബാത്ത് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളതിന് ക്യാ ബാത്ത് ഹേ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കാര്യം എന്താണ്? ബാത്ത് ക്യാ ഹേ അല്ലെങ്കിൽ ക്യാ ബാത്ത് ഹേ, എന്താണ് കാര്യം? അപ്പോൾ ഒരാൾ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എന്നുള്ളതിന് ഹം ദോനോ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഖേൽ രഹേ ഥേ. ഥേ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് സൂചിപ്പിക്കുന്ന കഴിഞ്ഞത്. ഖേൽ രഹേ ഥേ, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹം ദോനോ ഖേൽ രഹേ ഥേ, ഞങ്ങൾ രണ്ടുപേരും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കളിപ്പാട്ടം താഴെ വീണു. എൻ്റെ കയ്യിൽ നിന്നെന്നുള്ളതിന് മേരെ ഹാത്ത് സേ ഉസ്കാ ഖിലൗന, അവൻ്റെ കളിപ്പാട്ടം. ഉസ്കാ ഖിലൗന, കളിപ്പാട്ടം. നീച്ചെ ഗിര, താഴെ വീണു. മേരെ ഹാത്ത് സേ ഉസ്കാ ഖിലൗന നീച്ചെ ഗിര, എൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കളിപ്പാട്ടം താഴെ വീണു. ഒന്നുകൂടെ പറയാം. മേരെ ഹാത്ത് സേ ഉസ്കാ ഖിലൗന നീച്ചെ ഗിര, അല്ലെങ്കിൽ നീച്ചെ ഗിർ ഗയ, താഴെ വീണു പോയി എന്ന് പറയാം. ആ വണ്ടി പൊട്ടിപ്പോയി. വ ഗാഡി ടൂട്ട് ഗയ, പൊട്ടിപ്പോയി എന്നുള്ളതിന് ടൂട്ട് ഗയ, പൊട്ടിപ്പോയി. ആ വണ്ടി പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ആ ഖിലൗന പൊട്ടിപ്പോയി, കളിപ്പാട്ടം പൊട്ടിപ്പോയി എന്നുള്ളതിന് വ ഖിലൗന ടൂട്ട് ഗയ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അതെങ്ങനെ പറയും? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലായിരുന്നു. മേനെ ജാൻ ബൂജ്കർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, വേണമെന്ന് വെച്ച് ചെയ്യുന്നതിനാണ് ജാൻ ബൂജ്കർ എന്ന് പറയുന്നത്. മേനെ ജാൻ ബൂജ്കർ നഹി കിയാ ഥാ, ഞാൻ വേണമെന്ന് വെച്ച് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലായിരുന്നു. നഹി കിയാ ഥാ എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലായിരുന്നു. മേനെ ജാൻ ബൂജ്കർ നഹി കിയാ ഥാ. അറിയാതെ താഴെ വീണതായിരുന്നു, അല്ലെങ്കിൽ അബദ്ധത്തിൽ, നമ്മൾ പറയത്തില്ലേ ബൈ മിസ്റ്റേക്ക്, അതാണ് ഗൽത്തീസെ എന്ന് പറഞ്ഞാൽ. അറിയാതെ താഴെ വീണതായിരുന്നു അല്ലെങ്കിൽ അബദ്ധത്തിൽ വീണതായിരുന്നു. അതെങ്ങനെ പറയാം? ഗൽത്തീസെ നീച്ചെ ഗിരാഥ, ഗൽത്തീസെ അബദ്ധത്തിൽ, നീച്ചെ ഗിരാഥ താഴെ വീണതായിരുന്നു. ഗൽത്തീസെ നീച്ചെ ഗിരാഥ. ഇതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. ഇസ്ലിയെ, ഇതുകൊണ്ട് അവൻ ദേഷ്യത്തിൽ, വ ഗുസ്സേമേ മുജ്സെ ജഗഡ് രഹാ ഹേ, എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. മുജ്സെ, എന്നോട്, ജഗഡ് രഹാ ഹേ, വഴക്കുണ്ടാക്കുകയാണ്. ഇസ്ലിയെ വ ഗുസ്സേമേ മുജ്സെ ജഗഡ് രഹാ ഹേ, അവൻ ദേഷ്യത്തിൽ എന്നോട് വഴക്കുണ്ടാക്കുകയാണ്. അവൻ ചീത്ത പറഞ്ഞു, അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത വാക്കുകൾ, നമ്മൾ പറയത്തില്ലേ അവൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചീത്ത വാക്കുകൾ പറഞ്ഞു. ഉസ്നെ ഗാലി ബോല, ഗാലി എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകളല്ല, ചീത്ത വാക്കുകൾ. ഉസ്നെ ഗാലി ബോല, പറയാൻ പറ്റാത്ത വാക്കുകൾ അവൻ എന്നെ പറഞ്ഞു എന്നുള്ളതിന് ഉസ്നെ ഗാലി ബോല. ഞാൻ ചീത്ത പറഞ്ഞില്ല. അതെങ്ങനെ പറയാം? മേനെ ഗാലി നഹി ബോല, മേനെ ഗാലി നഹി ബോല, ഞാൻ ചീത്ത പറഞ്ഞില്ല. അല്ലെങ്കിൽ മേനെ ഉസ്കോ ഗാലി നഹി ദിയ, മേനെ ഉസ്കോ ഗാലി നഹി ദിയ. വഴക്കുണ്ടാക്കരുത്, ജഗഡ മത് കരോ, വഴക്കുണ്ടാക്കരുത് എന്നുള്ളതിന് ജഗഡ മത് കരോ. മത് കരോ എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ള അർത്ഥമാണ്. ജഗഡ മത് കരോ, വഴക്കുണ്ടാക്കരുത്. അത് പശ കൊണ്ടൊട്ടിക്കാൻ പറ്റും. വ ഗംസെ ചിപ്കാ സക്താ ഹേ, ചിപ്കാന എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുക. വ ഗംസെ ചിപ്കാ സക്താ ഹേ, അത് പശ കൊണ്ട് ഒട്ടിക്കാൻ പറ്റും. വഹ ഖിലൗന ഗംസെ ചിപ്കാ സക്താ ഹേ, ആ കളിപ്പാട്ടം പശ കൊണ്ട് ഒട്ടിക്കാൻ പറ്റും. നിനക്ക് മുറിവൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? അതെങ്ങനെ ചോദിക്കാം? തുംകോ ചോട്ടെന്ന് പറഞ്ഞാൽ മുറിവ്, ചോട്ട് ലഗ്ന എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റുക എന്നർത്ഥം. എവിടെയെങ്കിലും പൊട്ടുവോ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് നമ്മൾ ചോട്ട് ലഗ്ന എന്ന് പറയുന്നത്. തുംകോ ചോട്ട് കുച്ച് ഹുവാ നഹി ഹേ നാ,
ഒന്നും പറ്റിയിട്ടില്ലല്ലോ, മുറിവൊന്നും പറ്റിയിട്ടില്ലല്ലോ. തുംകോ ചോട്ട് കുച്ച് ഹുവാ നഹി ഹേന. ഇല്ലെങ്കിൽ അതിനെ വേറെ രീതി ചോദിക്കാം. തുംകോ ചോട്ട് നെയ് ലഗാന, തുംകോ ചോട്ട് കുച്ച് ലഗാ നഹി ഹേന, ചോട്ട് ലഗാ നഹി ഹേന, അങ്ങനെ ചോദിക്കാം. പിന്നെയും ഫ്രണ്ട്സ് ആവോ, വഴക്കൊക്കെ മാറ്റി കൂട്ടാവൂ എന്ന് നമ്മൾ പറയത്തില്ലേ, അതിനാണ് ദോസ്തി കരോ, ഏക് ദൂസരെ കെ സാത്ത് ദോസ്തി കരോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാവൂ. ഏക് ദൂസരെ കെ സാത്ത് ദോസ്തി കരോ. രണ്ടുപേരും ചേർന്ന് കളിക്കൂ, അതെങ്ങനെ പറയാം? ദോനോ മിൽക്കർ ഖേലോ. ദോനോ മിൽക്കർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കൂടി ചേർന്ന്. ദോനോ മിൽക്കർ ഖേലോ, രണ്ടുപേരും കൂടെ ചേർന്ന് കളിക്കൂ. ദോനോ മിൽക്കർ ഖേലോ. തരൂ, ഞാനത് ഒട്ടിച്ച് തരാം, അതെങ്ങനെ പറയാം? തരൂ, ദേദോ. തരൂ എന്നുള്ളതിന് ദേദോ. ഞാനത് ഒട്ടിച്ച് തരാം. മേ ഉസേ ചിപ്കാക്കർ ദേത്താ ഹൂം. ചിപ്കാക്കർ എന്ന് പറഞ്ഞാൽ ഒട്ടിച്ച്. മേ ഉസേ ചിപ്കാക്കർ ദേത്താ ഹൂം, ഞാനത് ഒട്ടിച്ച് തരാം. നിങ്ങൾ എൻ്റെ മൂഡ് ചീത്തയാക്കി, അങ്ങനെ നമ്മൾ പറയാറില്ലേ, അതെങ്ങനെ പറയാം? തുമ്നെ മേരാ മൂഡ് ഖരാബ് കർ ദിയ. ഖരാബ് കർ ദിയ എന്ന് പറഞ്ഞാൽ ചീത്തയാക്കി. തുമ്നെ മേരാ മൂഡ് ഖരാബ് കർ ദിയ, നിങ്ങൾ എൻ്റെ മൂഡ് ചീത്തയാക്കി. ഞാൻ എന്ത് ചെയ്തു? മേനെ ക്യാ കിയ. ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിന് മേനെ ക്യാ കിയ. ക്യാ കിയ എന്നുള്ളത് എന്ത് ചെയ്തു. മേനെ ക്യാ കിയ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്തു, തുമ്നെ ക്യാ കിയ. അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്തു എന്നുള്ളതിന് ഉസ്നെ ക്യാ കിയ, അങ്ങനെ നമുക്ക് ചോദിക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തും ക്യാ ക്യാ, എന്തൊക്കെ, ക്യാ ക്യാ. തും ക്യാ ക്യാ ബോൾ രഹേ ഹോ, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തും ക്യാ ക്യാ ബോൾ രഹേ ഹോ. ഇനി തും ക്യാ ക്യാ കർ രഹേ ഹോ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ആജി ക്യാ ക്യാ ബനായ ഹേ. അങ്ങനെ നമുക്ക് ക്യാ ക്യാ ചേർത്ത് എന്ത് സെൻറ്റൻസ് വേണേലും ഉപയോഗിക്കാം. എന്തൊക്കെ എന്നുള്ള ചേർത്തിട്ടുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. കൂടുതലൊന്നും പറയണ്ട, അതെങ്ങനെ പറയാം? ജ്യാദാ മത് ബോലോ. ജ്യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ, മത് ബോലോ എന്ന് പറഞ്ഞാൽ പറയണ്ട. ജ്യാദാ മത് ബോലോ, കൂടുതലൊന്നും പറയണ്ട. നിർത്തൂ അല്ലെങ്കിൽ മതിയാക്കൂ, അങ്ങനെയുള്ളതിന് നമ്മൾ ബസ് കരോ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾ എന്തെങ്കിലും കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതിയാക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ, അതിന് ബസ് കരോ എന്നാണ് പറയുന്നത്. ബസ് കരോ. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകൂ, അതെങ്ങനെ പറയാം? സബ് ലോഗ്, എല്ലാവരും. അപ്പനെ അപ്പനെ ഘർ എന്ന് പറഞ്ഞാൽ അവരവരുടെ വീട്ടിൽ. ചലേ ജാओ എന്ന് പറഞ്ഞാൽ പോകൂ. സബ് ലോഗ് അപ്പനെ അപ്പനെ ഘർ ചലേ ജാओ, എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകൂ. സമയം ഒരുപാടായി, സമയ ബഹുത് ഹോ ഗയാ. സമയം ഒരുപാടായി എന്നുള്ളതിന് സമയ ബഹുത് ഹോ ഗയാ, ഒരുപാടായി, ബഹുത് ഹോ ഗയാ. കുറച്ചുകൂടി കളിക്കാൻ അനുവദിക്കൂ. കുറച്ചുകൂടി എന്നുള്ളതിന് തോടാ ഓർ. തോടാ ഓർ ഖേൽനെ ദോ, കളിക്കാൻ അനുവദിക്കൂ. തോടാ ഓർ ഖേൽനെ ദോ, കുറച്ചുകൂടി കളിക്കാൻ അനുവദിക്കൂ. തോടാ ഓർ പഠ്നെ ദോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പഠിക്കാൻ അനുവദിക്കൂ. തോടാ ഓർ ലിഖ്നെ ദോ, കുറച്ചുകൂടി എഴുതാൻ അനുവദിക്കൂ. അങ്ങനെ നമുക്ക് പറയാം വേറെ വേറെ സെൻറ്റൻസുകൾ. തോടാ ഓർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി. നിങ്ങൾക്ക് പഠിക്കുകയും വേണ്ടേ. തും ലോഗോങ്കോ പഠായി ഭീ കർണാ ഹേന, പഠിക്കുകയും വേണ്ടേ, അല്ലേ, പഠിക്കേണ്ടതല്ലേ. തും ലോഗോങ്കോ ഭി പഠായി ഭീ കർണാ ഹേന. തും ലോഗോങ്കോ പഠായി ഭീ കർണാ ഹേന, നിങ്ങൾക്ക് പഠിക്കുകയും വേണ്ടേ. നാളെ കാണാം, കൽ മിലേങ്കെ. നാളെ കാണാം എന്നുള്ളതിന് കൽ മിലേങ്കെ. ഡെയിലി ആവശ്യമുള്ള കുറച്ച് ഹിന്ദി സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് നോക്കിയിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. ഹിന്ദി പറയാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.